ഓൾറൈറ്റ്. സോ ഞാൻ പറഞ്ഞിരുന്നു നമ്മള് സുരേഷ് ഏട്ടനോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ എല്ലാവരുടെയും സ്വന്തം സുരേഷ് ഗോപി. സോ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ അടുത്ത് പറയാനുണ്ട്. ബിക്കോസ് വി സെഡ് അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നതിന് ഒരു പ്രത്യേകം ഒരു റീസൺ ഉണ്ട്. ഈ റീസൺ അകത്തോട്ട് പോകുന്നത് അതിന് മുമ്പ് ഇവിടെ വന്നിരിക്കുന്ന മെസ്സേജുകൾ നോക്കുക. അതായത് ആദ്യമേ പറഞ്ഞു സുരേഷ് ഏട്ടാ തകർത്തു, റിയലി എൻജോയ് എന്നൊക്കെ പറഞ്ഞുള്ള മെസ്സേജുകളാണ്. വീണ അരുൺ ആൻഡ് അതിഥി പറഞ്ഞിരിക്കുന്നത്, ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ക്ലബിൽ കേട്ടു സുരേഷ് ഏട്ടൻ വരുന്നുണ്ടെന്ന്. അപ്പൊ തന്നെ ഞാൻ ഫോൺ ചാർജിലിട്ടു, കാരണം എനിക്ക് ഈ ഒരു കോൺവെർസേഷൻ മിസ് ചെയ്യാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. സുരേഷ് ഏട്ടൻ ഈസ് റിയലി ഫാന്റാസ്റ്റിക്. വെരി വെരി ഹാപ്പി 2014 to സുരേഷ് ഏട്ടൻ ആൻഡ് ഹിറ്റ് FM ഫാമിലി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Thank you very much. I wish all the Dubaians and all the Keralians in the Dubaians of the India's Limited very prosperous New Year and years all together. സുരേഷ് ഏട്ടന്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഓബ്വിയസ്ലി നമ്മുടെ സൂപ്പർ സ്റ്റാർ ആണല്ലോ, അപ്പൊ നമുക്ക് എല്ലാവർക്കും സുരേഷ് ഏട്ടനടുത്ത് ഭയങ്കര സ്നേഹം. പക്ഷെ സുരേഷ് ഏട്ടന് തിരിച്ചും അതുപോലെ എല്ലാവരുടെ അടുത്തും ഭയങ്കര സ്നേഹമാണ്. ഞാൻ പറഞ്ഞു വന്നപ്പോ ഞാൻ വിചാരിച്ചു നീ എനിക്കിട്ട് കൊട്ടണേ. അതുപോലെ സുരേഷ് ഏട്ടൻ എല്ലാവരോടും തിരിച്ചും അങ്ങനെ ഭയങ്കര സ്നേഹമാണ്. അതിനിപ്പോ കുട്ടികളോടായാലും ഇതൊന്നും. ഞാനൊരു കംപ്ലൈന്റ് പറയട്ടെ, എല്ലാവർക്കും എന്നോട് ഇങ്ങോട്ട് സ്നേഹമാണ്, സ്നേഹം മാത്രമേ ഉള്ളൂ. എനിക്കാണെങ്കിൽ അങ്ങോട്ട് തിരിച്ച് ആ സ്നേഹം കാണിക്കുന്നവരെല്ലാം കെട്ടിപ്പിടിച്ച് മേടിച്ചിട്ട് ഉമ്മ വെച്ച് കൊന്നു വേണമെന്നുള്ള ഒരു ആവേശമാണ്. നിന്നെയൊക്കെ ഉമ്മ വയ്ക്കണമെങ്കിൽ ഒരു 1.5 ചുണ്ട് വേണം. ഞാൻ പറഞ്ഞു അല്ല, മാത്രമല്ല ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാട്ടുകളോട് വരെ, മനുഷ്യരോട് മാത്രമല്ല, സുരേഷ് ഏട്ടൻ ഭക്ഷണം കഴിക്കുന്നത് ആ ഭക്ഷണത്തോടെ ഇത്രത്തോടെ സ്നേഹത്തോടെ ഒരാൾ ആ ഭക്ഷണം കഴിക്കുന്നത്, അത് കഴിക്കണമല്ലോ ഞാൻ നിന്നെ, പക്ഷെ ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാണ് ഭക്ഷണം കഴിക്കുന്നത്. അതിനൊരു വലിയ ദോഷം എപ്പോഴും മമ്മൂക്ക പറയുന്നത്, വിശന്ന് വയറ് നിറയെ, അതായത് ശ്വാസം മുട്ടുന്ന രീതിയിൽ കഴിച്ചിട്ട് ഇങ്ങനെ സോഫയിൽ ഇരിക്കുമ്പോ സുരേഷ് ഗോപി കയറി വരും. ആ വാടാ ഊണ് കഴിക്കാൻ എന്ന് പറഞ്ഞിട്ട് ടേബിളിൽ കൊണ്ടിരുത്തും. അപ്പൊ തന്നെ സുലു കുറച്ച് ഫുഡ് കൊണ്ടുവന്ന് വെക്കും. ഈ പുല്ലൻ വേറെ വാക്ക ഉപയോഗിക്കുന്നത്, അത് നമുക്ക് പറയാൻ പറ്റില്ല. ഈ കഴിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഒന്നുകൂടെ കഴിക്കാൻ തോന്നും. അങ്ങനെയും ഒരു ശാപമായിട്ടും പലരും. അപ്പൊ അതുപോലെ തന്നെയാണ് പാട്ടുകളോടും. അതിപ്പോ പുതിയ പാട്ടുകളെന്നില്ല, പഴയ പാട്ടുകളെന്നില്ല. സുരേഷ് ഏട്ടൻ അടുത്തിടയ്ക്ക് എന്നാണ് ഈ ഒരു രോഗം പിടിപെട്ടത്? ഇങ്ങനെ പാട്ടുകളെ അധികമായി ഒരു പാട്ടുകാരിയെ കല്യാണം കഴിച്ചു, ഓക്കെ, ആ പാട്ടുകാരിയെ നമ്മൾക്കൊന്നും വിട്ടുതരാതെ സ്വന്തമായിരുന്ന ആ പാട്ടുകാരിയുടെ പാട്ട് ഒരിക്കലും അങ്ങനെ പറയരുത്. ആ പാട്ട് ഞാൻ പറയും ഞങ്ങൾക്ക് വിട്ടു തന്നില്ല. ഡിവോഴ്സ് ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വരെ ദൂരദർശനിലൊക്കെ അയച്ച് പാടിപ്പിക്കാൻ അവിടുന്ന് ഓരോ ഇൻവിറ്റേഷൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, എന്റെ ഭാര്യാമണി പറയുന്നത്, അണ്ണാ നമുക്ക് വീട്ടിൽ ഒരു ആള് മതി സെലിബ്രിറ്റി ആയിട്ട്. അങ്ങനൊന്നും പറയത്തില്ല. ചേട്ടാന്ന് പോലും വിളിക്കത്തില്ല, ഏട്ടാന്നേ വിളിക്കത്തുള്ളൂ. ഞാൻ ഏട്ടനൊരു 40 ദിവസത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞ് വീട്ടിൽ വരുമ്പം, സോറി കേട്ടോ, ഞാൻ ഇന്നലത്തെ ഫ്ലൈറ്റിലേക്ക് കയറി മദ്രാസിലെ റെക്കോർഡിങ്ങിന് വന്നു കേട്ടോ എന്ന് പറയുന്ന രണ്ടുപേരും ഇങ്ങനെ മത്സരിച്ച് വീടിന് പുറത്ത് നിൽക്കുന്ന അവസ്ഥയിൽ മക്കള്, നമുക്കൊക്കെ ഒരു 10-60 വയസ്സായി കഴിയുമ്പോൾ രണ്ടുപേരോട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചൊറിയും കത്തിയിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ വഴിയെ പോകുന്നു എന്ന് പറയുന്ന ഒരവസ്ഥ നമുക്ക് പറ്റത്തില്ല. നമുക്ക് കിട്ടുന്ന സമയം അത്രയും വീട്ടിലിരുന്ന് പിള്ളേരെ ഞെക്കിപ്പിടിച്ച് അവരെ ശ്വാസം മുട്ടിച്ച് പൊരിച്ചെടുക്കാം. സത്യമേ, സുരേഷേട്ടന്റെ മോള് ഭയങ്കര പാട്ടുകാരിയാണ്. അവൾക്ക് പാട്ട് പാടാൻ പേടിയാണ്. അവള് പാട്ട് പാടി കഴിഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഏട്ടൻ അവളുടെ പുറത്ത് ചാടി വീട് കെട്ടിപ്പിടിച്ച് കുട്ടി അയ്യോ അച്ഛാ, അവൾക്ക് പാടാൻ പേടിയാണ്, ഞെക്കി പൊട്ടിച്ചോളാം സുരേഷ് ഏട്ടൻ. പക്ഷെ അവളുടെ അടുത്ത് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്, നമ്മള് എനിക്ക് നെഞ്ചുക്കുൾ പെയ്തിടും മാമഴ, അവൾക്ക് നെഞ്ചുക്കുള്ളേ. പിന്നെ അവള് പോപ്പ് സോങ്സ് ആണ് പാടുന്നത് എല്ലാം. ജസ്റ്റിൻ ബീബറിന്റെയും മറ്റേ ആ കുട്ടിയുടെ പേരെന്താ, സെലീന, അവരുടെയൊക്കെ ഭയങ്കര, സെലീന വില്യംസ്, സെലീന ഗോംസ്. ഓക്കെ, എനിക്ക് ഇവരെ ആരെയും അറിഞ്ഞോളൂ, ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നേ. അപ്പോ ഭാഗ്യടുത്ത് ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം നിങ്ങളുടെ അനുവാദം ഇല്ലാതെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഒരു അൺപ്ലഗ്ഡ് സെഷൻ 96.7-ൽ ഒരു ഹോൾ സെക്ഷൻ തന്നെ ഉണ്ട് ഡെഡിക്കേറ്റഡ് ഫോർ സിംഗേഴ്സ്. അപ്പോ എനി ടൈം സുരേഷ് വിളിച്ചു പറഞ്ഞാൽ മാത്രം 100%. അപ്പൊ അങ്ങനെ
ഒരു സംഗീത പാരമ്പര്യമുള്ള ഒരു ഭാര്യയുണ്ട്, പാട്ടുകാരി ഒരു മകളുണ്ട്. പക്ഷെ സുരേഷ് ഏട്ടൻ അടുത്ത ഇടയ്ക്ക് സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ സുരേഷ് ഏട്ടനടുത്ത് ഡയലോഗ് പറയാൻ പറയില്ല, അഭിനയിക്കാൻ പറയില്ല, പാട്ട് 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 പാട്ട്. അങ്ങനെ ഇപ്പൊ സുരേഷ് ഏട്ടൻ ഈ അടുത്ത് പിന്നണി ഗായകനായി തീരുവോ എന്നായിരുന്നു നമ്മുടെ സംശയം. പക്ഷെ ഭാഗ്യത്തിന് 2014 നീ എന്തായിരുന്നു ഇന്ന് എനിക്കിട്ട് പൊട്ടിച്ചോണ്ടിരിക്കണത്? ഇതിനകത്ത് വേറെ ധ്വനിയുണ്ട്. സുരേഷ് ഏട്ടനോട് അഭിനയിക്കാൻ പറയില്ല, ഡയലോഗ് പറയാൻ പറയില്ല, കാരണം അതിലൊക്കെ ഞാൻ എക്സ്പേർട്ട് ആണെന്ന് അവർക്ക് അറിയാം. പക്ഷെ പാട്ട് നീ പാടി വരുന്ന അത്ര പാട്ട് പാടി ശരിയാക്കണേ എന്ന് പറഞ്ഞാണോ? ഞാൻ പറഞ്ഞ തമാശയാണ്, സുരേഷ് ഏട്ടൻ തന്നെ പറയാം. അതായത് ഇനിയിപ്പം ഏത് വലിയ സിംഗേഴ്സ് ഉള്ള ഒരു സ്റ്റേജ് ഷോ ആയാലും അവിടെ എല്ലാവരും സുരേഷ് ഏട്ടന്റെ പാട്ട് കേൾക്കാനാണോ വരുന്നത്? യെസ് ഓർ നോ, ജസ്റ്റ് ടെൽ മീ. അതെനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ സംഗീതം എന്നത് എന്റെ ആദ്യത്തെ ഭ്രമമാണെന്ന് ലോകരറിഞ്ഞിരിക്കുന്നു. ആ ഒരു ഞാൻ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന ഒരു സീക്രട്ട് എന്ന് പറയുന്നത് നാട്ടുകാരറിഞ്ഞു പോയി. അതിന് ഞാൻ എന്റെ സംഗീത ജീവിതം അല്ലെങ്കിൽ എന്റെ സംഗീത ഭ്രമം ഞാൻ ഒരു സമർപ്പണമായി സമർപ്പിക്കുന്നത് ഇളയരാജ എന്ന എന്റെ സംഗീത ദൈവത്തിനാണ്. എനിക്കതിനൊരു വെന്റിലേഷൻ, ഒരു എന്താ യോഗ്യമായ വെന്റ് തന്നത് ശരത്തിനാണ് എന്റെ ഈ ശബ്ദം ഞാൻ ജീവിതകാലം മുഴുവൻ ആട്രിബ്യൂട്ട് ചെയ്തു. മഞ്ജുപൂക്കൾ. അപ്പൊ ഇന്ന് നമുക്കിപ്പോ ആദ്യം പാടിത്തരാൻ പോകുന്ന പാട്ട് ഇന്ന് നമ്മൾ കുഞ്ഞുങ്ങളെ ഒരുപാട് പേരെ ക്ഷണിച്ചിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യനും ഉണ്ട് അദ്വൈതിന്റെ 4th ഗ്രേഡിലാണ്. അദ്വൈതിനെയൊക്കെ നമുക്ക് ഓൺ എയർ എടുത്ത് ചോദ്യങ്ങൾ ചോദിപ്പിക്കാം. നമുക്ക് അദ്വൈതിന്റെ ചോദ്യത്തിന് ഒരു മറുപടി പറഞ്ഞിട്ട് ഒരു സമ്മാനത്തിലേക്ക് പോവാം. ശരി, ഓക്കെ. അദ്വൈത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് why uncle is not doing any children's movie in spite of having a superhero look എന്നാണ് ചോദിച്ചിരിക്കുന്നത്. My God. ഒരു കാലത്ത് മനു അങ്കിൾ ചെയ്തിരുന്നു. പക്ഷെ ആ സീക്വൻസ് കണ്ടിരുന്നിരിക്കുന്ന ഒരു സംഭവമാണ്. മിന്നൽ പ്രതാപ് ബോട്ടിലൊക്കെ കയറി സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കും. അതുവരെ ഫുള്ള് വില്ലനായിട്ടും ഒക്കെ അഭിനയിച്ചോണ്ടിരുന്ന ആള് പെട്ടെന്ന് വന്ന് ഫുൾ കോമഡി ചെയ്തപ്പോ ആ തോക്കെടുത്ത് അവന്റെ ഉച്ചി കൊള്ളണ ആ ബോളെന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇത് ചിൽഡ്രൻസ് മൂവി എന്ന് പറയുന്നത് എൻ്റെ അടുത്തേക്ക് ആരും വരുന്നില്ല. വരുന്നവരെല്ലാം വളരെ സങ്കുചിതമായ ചില കോൺസെപ്റ്റ്സുമായിട്ടാണ് വരുന്നത്. അങ്ങനെയല്ല, എനിക്ക് തോന്നുന്ന മേൽവിലാസത്തിന്റെ അതേ ഒരു ഇന്റഗ്രിറ്റിയും ഒരു ഗ്രാവിറ്റി ഉള്ള ഒരു സിനിമയുമായിട്ട് മാധവ് രാംദാസ് വന്നാൽ ചെയ്യാം. ഒരു കാലത്ത് കമൽ സാറും സിബി മലയിലും ഒക്കെ ചെയ്തിരുന്ന സിനിമകളുണ്ട്. അപ്പൊ അതിനോടൊക്കെ തട്ടിച്ച് നിർത്താൻ പറ്റുന്ന അത്രയും ഗ്രാവിറ്റിയുള്ള ഫിലിംസ് വന്നാൽ തീർച്ചയായിട്ടും ചെയ്യാം. അദ്വൈത്തിന് ഒരുപക്ഷെ അത് കണ്ട് ആനന്ദിച്ചിട്ട് അദ്വൈത് ഇപ്പൊ എത്ര വയസ്സായിട്ടുണ്ട്? അദ്വൈത് ഒരു കുട്ടിയുടെ അച്ഛനാവുന്ന കാലത്ത് ഒരുപക്ഷെ ഒരു മുത്തശ്ശനായിട്ട്, ഒരു മുത്തശ്ശനും കൊച്ചുമകനും അല്ലെങ്കിൽ കൊച്ചുമകളുമായിട്ടുള്ള ഒരു ബന്ധം, ഒരു കാലഘട്ടത്തിന്റെ നിലവുകൾ എന്നൊക്കെ പറഞ്ഞു വരാവുന്ന നല്ല കൾച്ചറൽ ആയിട്ടുള്ള ഒരു ഫിലിം സമ്മാനിച്ച് മകനെ മടിയിൽ വെച്ചുകൊണ്ട് എന്നെ ഫോൺ ചെയ്ത് അങ്കിൾ വളരെ നന്നായി, ഞാനാണല്ലോ ഇതിന് കാരണം പറയാൻ കഴിയും. ഒരുപക്ഷെ ഞാൻ ഇതൊരു നിമിത്തമാണ് അദ്വൈത് വിളിച്ച് പറയുന്നത്. വളരെ സാംസ്കാരികപരമായിട്ടിന്ന് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ചോദിച്ചത്. ചൈൽഡ്ഹുഡ്, ഒരു ചിൽഡ്രൻസ് ഫിലിം എന്നല്ല, ചൈൽഡ്ഹുഡിന് നല്ല അംശങ്ങൾ എവിടെയാണ് നഷ്ടപ്പെട്ടത്? നമ്മളൊക്കെ നല്ല കുഞ്ഞുങ്ങളായി വളർന്നെങ്കിൽ അതിന്റെ മൂല കാരണക്കാർ ആരൊക്കെ? മുത്തശ്ശനും മുത്തശ്ശിയും എന്ന് ഞാൻ പറയും. പക്ഷെ അതിനകത്ത് ആ മുത്തശ്ശനും മുത്തശ്ശിയുമാണ് ഒരു നല്ല പ്രസവത്തിലേക്ക്, ഒരു നല്ല കുഞ്ഞിന് ഈ സമൂഹത്തിനും ലോകത്തിനും രാജ്യത്തിനും ഒക്കെ സംഭാവനകൾ ചെയ്യാൻ വേണ്ടി സമ്മാനിക്കുന്നതിന് നല്ല വഴികൾ തിരഞ്ഞെടുത്തിട്ടുള്ളതും ഈ മുത്തശ്ശനും മുത്തശ്ശിയാണ്. പക്ഷെ ആ പ്രസവത്തിനൊരു അമ്മ വേണം. അമ്മ പ്രസവം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് മൃദുല വാര്യർ അവതരിപ്പിച്ചിരിക്കുന്നത്. എനിക്കറിയില്ല കേട്ടോ, അത് വന്നത് സുകുമാർ അഴീക്കോട് മാഷിനെ ഒരുപാട് ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹം എൻ്റെ ദേഹത്തേക്ക് ഒരു പരകായ പ്രവേശം നടത്തി പലപ്പോഴും എന്നെ കൊണ്ട് പലതും പറയിക്കുന്നുണ്ട്. അത് ഷോയിലും പലപ്പോഴും എനിക്ക് പിന്നെ ആ ഷോ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ പ്രസംഗങ്ങളിലേക്ക് എനിക്ക് തോന്നുന്നത് എന്താണ്, ഒരു അമിതമായ ആവേശം, സുകുമാർ അഴീക്കോട് എന്ന് പറയുമ്പോൾ ഉള്ള അമിതമായ ആവേശം മനസ്സിലാക്കി പരലോകത്തിരുന്ന് എന്നെ അനുഗ്രഹിക്കുന്നുണ്ടാവാം. നമുക്കിപ്പോൾ ഈ പാട്ടിന് എന്നെ അനുഗ്രഹിക്കുന്നത്
ശരിക്കും മൃദുല വാര്യർ. മൃദുല വാര്യർ മലയാളത്തിന്റെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ സമ്മാനമാണ് മൃദുല. നമുക്കൊന്ന് മൃദുലെ മോശക്കാരിയാക്കാത്ത തരത്തിൽ പാടാൻ റിയാസ് ബാക്കി ഇല്ല. റിയാസ് ബാക്കി ലാലി 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 ലോ. ലാലി 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 ലോ. മലരുളി മന്ദാര മലരെ മഞ്ചാടി മണി ചാഞ്ചാടും അഴകേ. മലരുളി മന്ദാര മലരെ മഞ്ചാടി മണി ചാഞ്ചാടും അഴകേ. പുതുമലരെ പുന്നാര മലരെ എന്നോമൽ കനിയേ എൻ കുഞ്ഞു മലരെ. ലാലി 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 ലോ. പറയാൻ ഇത്രയും ഡിലേ ആയതുണ്ട്. വീഡിയോ എടുത്തോണ്ടിരുന്ന ഫോൺ താഴെ മാത്രല്ല ഈ ഇവിടെ ഒരു വലിയ അതായത് ഏകദേശം കേരളത്തിന്റെ മുഴുവൻ സംസ്ഥാനം ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന ഒരാൾ മൈക്കിന്റെ മുന്നിൽ അതെ അതെ അതെ. ഇനി ആ മൃദുലേക്ക് വേണ്ടി നമുക്ക് ഓ മൃദുലെ പാട്ടും കൂടെ പാടണ്ടേ സുരേഷ് ചേട്ടാ? അത് കുറച്ചുകൂടി ആകാശമാകെ ഒന്ന് പാടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സ്റ്റേജ് ഷോ കണ്ട ആളാണ്. തീർച്ചയായിട്ടും ആകാശമാകെ പാടാം. ഓ മൃദുലെ എന്നത് ആകാശമാകെ എന്നുള്ള പാട്ട് ദാസേട്ടന് മുന്നിൽ പാടിയിട്ടുണ്ടോ? ദാസേട്ടന്റെ മുന്നിൽ ദാസേട്ടനും പ്രഭചേച്ചിയും സ്റ്റേജില് സോഫയിൽ ഇരിക്കുന്നു. അവരുടെ മുന്നിൽ നിന്ന് പാടി. അതാണ് ഇവിടെ ചോദിച്ചത്. പ്ലീസ് ആ സുരേഷ് ഏട്ടൻ ടു സിംഗ് ആകാശമാകെ. അദ്ദേഹം ഇത് ദാസേട്ടന്റെ മുന്നിൽ പാടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അയ്യോ ഇതൊക്കെ എത്രയും ശ്രദ്ധിച്ചു. സുരേഷ് ഏട്ടൻ പണ്ട് പറഞ്ഞ ഒരു കാര്യമാണ്. അതായത് ദാസേട്ടനെ പോലെ പാടാൻ പറ്റുന്ന ഒരു ശബ്ദമുണ്ടെങ്കിൽ അതുപോലെ അത് കേൾക്കാൻ പറ്റുന്ന നല്ലൊരു ചെവി ഉണ്ടാകണം എന്നുള്ളതാണ്. ആ ചെവി ഒരുപാട് കൊടുത്തിട്ടുള്ള ആളാണ് ദാസേട്ടന്, സുരേഷന്റെ ചെവി. അപ്പം അദ്ദേഹം ഒരു പാട്ട് കേട്ട് എത്രയോ പാട്ടുകൾ കേട്ട സുരേഷ് ഏട്ടന് വേണ്ടി തിരിച്ച് സുരേഷ് ഏട്ടന്റെ ഒരു പാട്ട് കേൾക്കാനായിരുന്നു. ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല. വന്ന് ജസ്റ്റ് ഞെക്കി ഒരു കെട്ടിപ്പിടുത്തം തന്നു. അതിലെല്ലാം ഉണ്ടായിരുന്നു. എനിക്ക് അത്രേ അറിയൂ.